ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നീതി ആയോഗാണ്. RRB പരീക്ഷകളിൽ നീതി ആയോഗിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നോക്കാം. ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ നിങ്ങൾ. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി ഏതാണ്? പരീക്ഷകളിൽ കൂടുതലും ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. 2014 ജനുവരി 1, 2015 ജനുവരി 1, 2016 ജനുവരി 1, 2015 ഫെബ്രുവരി 1. ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ എന്താന്ന് വേഗം എല്ലാവരും കമന്റ് ചെയ്തോളൂ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2015 ജനുവരി 1 നമ്മുടെ നീതി ആയോഗ് ഫോം ചെയ്തത് അല്ലെ. അതായത് ആദ്യം നമുക്ക് ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ആദ്യം വന്നത് നീതി ആയോഗ് 2015 ജനുവരി 1 വന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നീതി ആയോഗിന്റെ പ്രധാന പങ്ക് എന്താണെന്നാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. രാജ്യത്തിന്റെ നിയമങ്ങൾ നിർമ്മിക്കുക, നയപരമായ കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉപദേശം നൽകുക, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക, രാജ്യത്തിന്റെ ബജറ്റ് നിയന്ത്രിക്കുക. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും അല്ലെ. ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നയപരമായ കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉപദേശം നൽകുക എന്നതാണ് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. നീതി ആയോഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപദേശക സമിതിയാണ്, അല്ലെങ്കിൽ ഒരു അഡ്വൈസറി ബോഡിയാണെന്നും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ. നോക്കിക്കേ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ധനകാര്യമന്ത്രി, റിസർവ് ബാങ്ക് ഗവർണർ. ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയില്ലേ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി പ്രധാനമന്ത്രിയാണ് അല്ലെ. അപ്പൊ ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? നമ്മുടെ നരേന്ദ്രമോദിയാണല്ലേ. ഓക്കെ, ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ഘടനയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും കീവേഡ് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഏതെന്നാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും ഉൾപ്പെടുന്നു. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അടുത്തത് ഓപ്ഷൻ ഡിയിൽ എന്താ പറയുന്നത്? ഇത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിലൂടെയാണ് നിലവിൽ വന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, നീതി ആയോഗ് എന്ന് പറയുന്നത് എന്തല്ല? ഒരു ഭരണഘടനാ സ്ഥാപനമല്ല അല്ലെ. അപ്പൊ ഇവിടെ ഭരണഘടനാ സ്ഥാപനമാണെന്നാണ് ഓപ്ഷൻ സിയിൽ പറയുന്നത്. സോ ഈ ഓപ്ഷൻ സി എന്തായാലും തെറ്റാണ്. അടുത്ത നോക്കിക്കേ. ഓപ്ഷൻ ഡി പറയുന്നത് എന്താ? ഇത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിലൂടെയാണ് നിലവിൽ വന്നത്. ആണോ? പാർലമെന്റ് പാസാക്കിയ നിയമത്തിലൂടെയാണോ ഇത് നിലവിൽ വന്നത്? അല്ല അല്ലെ. ഇത് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിലൂടെ അല്ല വന്നത്. ഇതൊരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ വഴിയാണ് നമ്മുടെ നീതി ആയോഗ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ ആരൊക്കെയുണ്ട് മെമ്പേഴ്സ്? എല്ലാ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ എല്ലാ UTs കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണേഴ്സും ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 5. നീതി ആയോഗിന്റെ പ്രധാന സമീപനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. മുകളിൽ നിന്ന് താഴേക്ക്, ടോപ്പ് ഡൗൺ അപ്രോച്ച്. അടുത്തത് താഴെ നിന്ന് മുകളിലേക്ക്, ബോട്ടം അപ്പ് അപ്രോച്ച്. ഓപ്ഷൻ സിയിൽ എന്താ പറയുന്നത്? കേന്ദ്രീകൃത ആസൂത്രണ മാതൃക. ഓപ്ഷൻ ഡിയിൽ എന്താ പറയുന്നത്? മേഖലാ നിർദ്ദിഷ്ട മാതൃക. നമ്മുടെ നീതി ആയോഗ് ഇതിൽ ഏത് അപ്രോച്ചാണ് സ്വീകരിച്ചിരിക്കുന്നത്? നീതി ആയോഗ് സ്വീകരിച്ചിരിക്കുന്ന അപ്രോച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓപ്ഷൻ ബി താഴെ നിന്ന് മുകളിലേക്കാണ് അല്ലെ. ബോട്ടം അപ്പ് അപ്രോച്ചാണ് നമ്മുടെ നീതി ആയോഗ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഴയ ആസൂത്രണ കമ്മീഷൻ ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നീതി ആയോഗ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന്റെ അപ്രോച്ച് ഏതായിരുന്നു എന്നറിയോ? പ്ലാനിംഗ് കമ്മീഷന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു. അപ്പം മുകളിൽ നിന്ന് താഴേക്കുള്ള അപ്രോച്ച് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെയും, താഴെ നിന്ന് മുകളിലേക്ക് അല്ലെങ്കിൽ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത് ആരുടെയാണ്? നീതി ആയോഗിന്റെയുമാണ്. കൃത്യമായിട്ട് ആ ഡിഫറൻസസ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ദാ ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിക്കോളാം. നീതി ആയോഗിലെ ടീം ഇന്ത്യ
ഹബിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നീതി ആയോഗിന് പ്രധാനമായിട്ട് കുറച്ച് ഹബ്ബുകളൊക്കെ ഉണ്ട് അല്ലെ. അതിലൊരു പ്രധാനപ്പെട്ട ഹബ്ബാണ് ടീം ഇന്ത്യ ഹബ്ബ് എന്ന് പറയുന്നത്. അപ്പൊ ടീം ഇന്ത്യ ഹബിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കും? നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ, അതോ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നതാണോ, അതോ ഒരു വിജ്ഞാനം സൃഷ്ടിക്കുക എന്നുള്ളതാണോ, അതോ അന്താരാഷ്ട്ര ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണോ? ഏതായിരിക്കും നീതി ആയോഗിന്റെ ടീം ഇന്ത്യ ഹബിന്റെ എക്സാമ്പിൾ? ടീം ഇന്ത്യ ഹബ് എന്ന് ആ ഒരു വേർഡിൽ നിന്ന് തന്നെ കിട്ടൂലെ, ടീം ഇന്ത്യ. സോ ഈ ഒരു ഓപ്ഷൻസ് നോക്കുമ്പോൾ ടീം ഇന്ത്യ എന്നുള്ള ആ ഒരു വേർഡുമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാ? ഓപ്ഷൻ ബി അല്ലേ. ഓപ്ഷൻ ബി എന്ന ഓപ്ഷൻ അല്ലേ. നോക്കിക്കേ, സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ ഒരു പാലമായി പ്രവർത്തിക്കുക, അത് തന്നെയാണ് അതിന്റെ ആൻസർ. അപ്പം ടീം ഇന്ത്യ ഹബിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സ്റ്റേറ്റും സെൻട്രും, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ ഒരു ഇന്റർമീഡിയേറ്ററി ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടീം ഇന്ത്യ ഹബിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2021 ഡിസംബറിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഹെൽത്തി സ്റ്റേറ്റ്സ് പ്രോഗ്രസീവ് ഇന്ത്യ റിപ്പോർട്ടിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനമാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഗുജറാത്ത്, കേരളം, മഹാരാഷ്ട്ര, കർണാടക. അങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ ഏതായിരിക്കും ആൻസർ? ഇതിന്റെ ആൻസർ ഉത്തരം ബി ആണല്ലേ, നമ്മുടെ സ്വന്തം കേരളമാണല്ലേ. അപ്പം ഇത് മനസ്സിലാക്കി വെക്കേണ്ട ഇത്രയേ ഉള്ളൂ. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഒന്നാണ് ഏതെന്ന് പറയുന്നത്, ഒരു ഇൻഡെക്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഹെൽത്തി സ്റ്റേറ്റ്സ് പ്രോഗ്രസീവ് ഇന്ത്യ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടിൽ വലിയ സ്റ്റേറ്റുകളുടെ കാറ്റഗറിയിൽ ഫസ്റ്റ് എത്തിയത് ആരാണ്? നമ്മുടെ കേരളമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്തരത്തിൽ നീതി ആയോഗ് പുറപ്പെടുവിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഡെക്സുകളും റിപ്പോർട്ടുകളും അതിൽ ഫസ്റ്റ് എത്തിയ സ്റ്റേറ്റ് ഏത്, ഏറ്റവും ലാസ്റ്റ് എത്തിയ സ്റ്റേറ്റ് ഏത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് റെഫർ ചെയ്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? സുമൻ കെ ബെറിയാണോ, അരവിന്ദ് പനഗരിയാണോ, സിന്ധുശ്രീ കുള്ളറാണോ, അതോ നരേന്ദ്രമോദിയാണോ? ആരായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അരവിന്ദ് പനഗരിയാണ്. അപ്പം നമ്മുടെ നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? വൈസ് ചെയർമാൻ ആരായിരുന്നു? അരവിന്ദ് പനഗരിയാണ്. അപ്പൊ ഇപ്പൊ അരവിന്ദ് പനഗരിയ ഇപ്പൊ ആരാണെന്നറിയോ? ഇപ്പൊ അരവിന്ദ് പനഗരിയ നിൽക്കുന്ന പൊസിഷൻ ഏതാണെന്നറിയോ? ഇപ്പം ഫിനാൻസ് കമ്മീഷണർ ആണല്ലേ. നമ്മുടെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആണ് ഇപ്പം നിലവിൽ അരവിന്ദ് പനഗരിയ എന്ന് പറയുന്നത്. അപ്പൊ മുൻപ് അദ്ദേഹം ആരായിരുന്നു? നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരായിരിക്കും? ഇപ്പം നിലവിൽ നമ്മുടെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ കെ ബെറിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ സിഇഒ ആരാണെന്നറിയോ? ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ സിഇഒ എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യനാണ് കേട്ടോ. BVR സുബ്രഹ്മണ്യനാണ്. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ ഒരു ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. സിഇഒ എന്ന് പറയുന്നതിന് 3 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. BVR എന്ന് പറയുന്നതിനും എന്തുണ്ട്? 3 ലെറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ നീതി ആയോഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളെയും പ്രധാനപ്പെട്ട പൊസിഷൻസ് അലങ്കരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നും നിങ്ങളൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കറണ്ട് അഫേഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്ത് പോകണം. പൊസിഷനിൽ എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ വന്നെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. നോക്കിക്കേ. വ്യാവസായിക സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, ആസൂത്രണത്തിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള സമീപനം പ്രോത്സാഹിപ്പിക്കുക, സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് വേണ്ടി പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം ഉപയോഗപ്പെടുത്തുക. അടുത്ത നോക്കിക്കേ. നഗര വികസനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത്തരത്തിൽ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഇതിൽ ഏതായിരിക്കും നീതി ആയോഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണല്ലേ. സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് വേണ്ടി പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നീതി ആയോഗിന് കുറേ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെല്ലാം നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ആ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഓപ്ഷൻ സി, സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് വേണ്ടി പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ. വ്യാവസായിക സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഓപ്ഷൻ എയിൽ കാണാൻ വേണ്ടി സാധിക്കും.
അതെന്താ സംഭവം? അവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്. കാരണം എന്താ, വ്യാവസായിക സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയല്ല ചെയ്യുക, കുറയ്ക്കുകയാണ് ചെയ്യുക. അതാണ് നീതി ആയോഗിന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം എവിടെയെങ്കിലുമൊക്കെ ഓപ്ഷൻസിൽ ഇങ്ങനെ വർദ്ധിപ്പിക്കുക എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവിടെ എന്താണ് വരേണ്ടത്? കുറയ്ക്കുക എന്നുള്ളതാണ്. സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊന്നും മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ഹബ്ബുകൾ ഏതൊക്കെയെന്നാണ്. നേരത്തെ നമുക്ക് ടീം ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഹബ്ബുമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു അല്ലേ. അപ്പൊ നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ഹബ്ബുകൾ ഏതൊക്കെയാ? ഇവിടെ കൊടുത്തേക്കുന്ന ഓപ്ഷൻസ് നോക്കിക്കേ. വിജ്ഞാന ഹബ്ബ്, ഇന്നൊവേഷൻ ഹബ്ബ്, ഓപ്ഷൻ ബിയിൽ ടീം ഇന്ത്യ ഹബ്ബ്, ഡിജിറ്റൽ ഇന്ത്യ ഹബ്ബ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സിയിൽ സ്കിൽ ഇന്ത്യ ഹബ്ബ്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹബ്ബ്. ഓപ്ഷൻ ഡിയിലാണെങ്കിൽ ടീം ഇന്ത്യ ഹബ്ബ്, വിജ്ഞാന ഇന്നൊവേഷൻ ഹബ്ബ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രധാനപ്പെട്ട ഹബ്ബുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? ടീം ഇന്ത്യ ഹബ്ബ്, അതുപോലെ തന്നെ വിജ്ഞാന ഇന്നൊവേഷൻ ഹബ്ബുകൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? 2 ഹബ്ബുകളാണ് നമ്മുടെ നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ഹബ്ബുകൾ എന്ന് പറയുന്നത്. അതിൽ ടീം ഇന്ത്യ ഹബ്ബ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്? സ്റ്റേറ്റിനും സെൻട്രലിനും ഇടയിലുള്ള ഒരു പാലമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി പഠിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് RRB പരീക്ഷകളിൽ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡെപ്ത് ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കാണാറില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫോം ചെയ്ത ഡേറ്റ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികൾ, പ്രധാനപ്പെട്ട പൊസിഷൻസും അത് കറണ്ട് അഫേഴ്സിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നീതി ആയോഗ് പുറത്തിറക്കുന്ന പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ആ ഇൻഡെക്സുകളിൽ ആദ്യം എത്തിയ സ്റ്റേറ്റ് ഏതാണ്, അവസാനം എത്തിയ സ്റ്റേറ്റ് ഏതാണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ 2 ഹബ്ബുകളുടെ കാര്യം പറഞ്ഞു. ആ ഹബ്ബുകളെ പറ്റിയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്നൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പം അത്തരത്തിൽ ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ വേണ്ടത്. അപ്പം അത്തരത്തിലുള്ള ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള ടോപ്പിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ബാച്ചിൻ്റെ പേര് RRB ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. ബാച്ചിൻ്റെ പേര് റാപ്പിഡ് ബാച്ച് എന്നാണ്. ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡെയിലി ടോപ്പിക് വൈസ് എക്സാംസും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസും ലൈവ് ക്ലാസ്സുകളും ആ ലൈവ് ക്ലാസ്സിൻ്റെ PDF നോട്ട്സും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്